ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன തിരുമൂലദേവന്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ നവാക്ഷരി ചക്രത്തിലെ അടുത്ത ചില മന്ത്രഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ ചില നവാക്ഷരി മന്ത്രസാധനയിലെ ചില മന്ത്രഭാഗങ്ങൾ, 9 തരത്തിലുള്ള മന്ത്രഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നവാക്ഷരി മന്ത്രത്തിലെ തന്നെ ഒരു തരത്തിലുള്ള, ഒരു ഭാഗത്തിലുള്ള മന്ത്ര സാധനയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ. ഒളിയെഴും ഹൗ തുടങ്ങി ക്രീം വരേക്കും വരച്ച് തെളിവോടി ചക്രമാം ആരാധിക്കുന്നവർക്ക് താനേ ഉദയമാം ആത്മജ്ഞാനം പഞ്ചാക്ഷരം ജപിച്ച ഹൃദയത്തിൽ പിന്നെ ശിവദർശനം താനുമുണ്ടാം. അപ്പോൾ ശിവദർശനം നമുക്ക് തരുന്ന ഒരു മന്ത്രസാധനയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ വിശദീകരിക്കുന്നത്. അതായത് ഈ നവാക്ഷരി മന്ത്രത്തിലെ ഒരു മന്ത്രശാഖ നമുക്ക് ശിവദർശനം തരും. ഏതാണത്? ഒളിയെഴും ഹൗ തുടങ്ങി ക്രീം വരേക്കും, ഒളിയെഴുന്ന പ്രകാശമായി ജ്വലിക്കുന്ന ഹൗ എന്ന അക്ഷരം മുതൽ ക്രീം എന്ന ബീജാക്ഷരം വരെയുള്ള മന്ത്രസാധനയിലൂടെ അത് ആരാധിക്കുന്നവർക്ക് ഉദയമാം ആത്മജ്ഞാനം ലഭിക്കുകയും പിന്നെ ഹൃദയത്തിൽ ശിവദർശനം അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നവാക്ഷരി മന്ത്രസാധനയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. നമുക്കത് നോക്കാം. എന്താ നോക്കൂ. ഹൗ തുടങ്ങി ക്രീം വരെയുള്ള അക്ഷരങ്ങൾ, ആ 9 അക്ഷരങ്ങൾ പല പല തരത്തിൽ ക്രമീകരിച്ചിട്ടാണ് ഈ മന്ത്രവിഭാഗം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ 9 ബീജാക്ഷരങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടതാണ്. സൗ, ഔം, ഹൗം, ക്രീം, കൗം, ഐം, ഹ്രീം, ശ്രീം, ക്ലീം. ഇതാണ് നാം നേരത്തെ കണ്ട 9 ബീജാക്ഷരങ്ങൾ. ഇതിനെ മാറ്റി മാറ്റി മറിച്ച് 9 തരത്തിൽ നവാക്ഷരി മന്ത്രസാധന ചെയ്യുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രസാധനയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഏതാണത്? ഹൗ തുടങ്ങി ക്രീം വരെയുള്ളത്. അത് ഏതൊക്കെയാണ്? ആ മന്ത്രത്തിലെ ബീജാക്ഷരങ്ങൾ നോക്കൂ. അത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് ഇവിടെ സൂചനയുണ്ട്. നോക്കൂ. ഹൗം, ഔം, സൗം, ക്ലീം, ശ്രീം, ഹ്രീം, ഐം, കൗം, ക്രീം. ഇതാണ് ആ മന്ത്രാക്ഷരങ്ങൾ. ഈ നവാക്ഷരിയിലെ മന്ത്രസാധന ചെയ്താൽ എന്താണ് ഉണ്ടാകുന്നത്? ആത്മജ്ഞാനം ലഭിക്കും. മാത്രമല്ല ശിവദർശനവും താനുണ്ടാകാം, ശിവദർശനവും ലഭിക്കും. അപ്പോൾ ആത്മജ്ഞാനത്തിലൂടെ ശിവദർശനം തരുന്ന ഒരു നവാക്ഷരി മന്ത്രസാധനയാണ് ഹൗ മുതൽ ക്രീം വരെയുള്ള ഈ 9 അക്ഷര ജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ആ മന്ത്രാക്ഷരങ്ങൾ പറയാം. തുടങ്ങുന്നത് ഹൗ എന്ന അക്ഷരത്തിലാണ്. നോക്കൂ, അത് എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കൂ. ഹൗം, ഔ, സൗം, ക്ലീം, ശ്രീം, ഹ്രീം, ഐം, കൗ, ക്രീം. ഇങ്ങനെയാണ് മന്ത്രാക്ഷരങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹൗ എന്ന് ജപിക്കും എന്ന് നാം
മനസ്സിൽ ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ആജ്ഞാചക്രത്തിലാണ് ഈ ഹൗം ആക്ടിവേറ്റ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ആജ്ഞാചക്രം. ആ ആജ്ഞാചക്രത്തിൽ തുടങ്ങണം ഹൗം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മേലാധാര ചക്രത്തിലാണിത് തുടങ്ങുന്നത്. മേലാധാര ചക്രമായ ആജ്ഞാചക്രത്തിൽ ഹൗ തുടങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സഹസ്രാരത്തിൽ ഔ, പിന്നെ അതുപോലെ ബ്രഹ്മരന്ധ്രത്തിൽ സൗ, പിന്നെ അതേപോലെ തന്നെ ക്ലീം എന്ന അടുത്ത അക്ഷരം ക്ലീം, അത് മൂലാധാരത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീം ഹ്രീം അങ്ങനെ മേലോട്ടേക്ക് പോയി ആയും കൗം ക്രീം. ക്രീം എന്ന് വെച്ചാൽ ഉൾനാക്ക്. ആ ഉൾനാക്കിലെ ബീജാക്ഷരം വരെ എത്തിച്ചേരുന്നതാണ് ഹൗം ഔം സൗം ക്ലീം ശ്രീം ഹ്രീം ആയും കൗം ക്രീം. ഈ ബീജാക്ഷരങ്ങൾ ഇതിലൂടെ നമ്മുടെ ചക്രങ്ങളെല്ലാം പ്രകാശമാനമായി തീരുകയും അത് അതിൻ്റെ സാക്ഷാത്കാര തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആധാര ചക്രങ്ങളെയെല്ലാം ഒളിമയമാക്കി മാറ്റുന്നു. ഒളിമയമാക്കി മാറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ എന്തായി മാറുന്നു? പ്രകാശമായി മാറുന്നു. അതാണ് ഇവിടെ പ്രത്യേകത. നമ്മുടെ ശരീരം തന്നെ പ്രകാശമായി മാറുകയും അങ്ങനെ ആത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുകയും അതിലൂടെ ശിവദർശനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ആത്മജ്ഞാനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മന്ത്രസാധന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മജ്ഞാനവും അതേപോലെ ശിവദർശനവുമാണ്. ഈ രണ്ടും, അതായത് ആത്മജ്ഞാനവും ശിവദർശനവും തരുന്ന നവാക്ഷര മന്ത്രസാധനയാണ് ഹൗ തുടങ്ങി ക്രീം വരെയുള്ള ഈ 9 ബീജാക്ഷരങ്ങൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇതിന് മാനസിക പൂജയുണ്ട്, അതുപോലെ തന്നെ ബാഹ്യ പൂജയുമുണ്ട്. മാനസിക പൂജ വളരെ എളുപ്പമാണിത്. ഈ അക്ഷരങ്ങൾ മനസ്സിൽ ജപിക്കുകയാണ്. അപ്പോൾ അതോടെ ഈ ഹൗ മുതൽ ആജ്ഞാചക്രം മുതൽ ഉൾനാക്ക് വരെയുള്ള ചക്രങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഒളിമയമായി മാറുന്നു. അങ്ങനെ ശരീരമായ തന്നെ ശിവതേജസ്സായി മാറുന്നു, ശിവശരീരമായി മാറുന്നു, ശിവ ഉടലായി മാറുന്ന കാഴ്ച നാം കാണുന്നു. അതോടെ നാം ശിവോഹം എന്ന അവസ്ഥയിൽ ശിവദർശനം തന്നെ അതിൽ മുഴുകി നമുക്ക് എപ്പോഴും കഴിയാൻ കഴിയും. പിന്നെ നോക്കൂ, കാണാം നീ എല്ലാ ജീവന്മാരും ഒത്തിരിപ്പതും, കാണാം നീ നിന്നിൽ സർവ സൃഷ്ടി വസ്തുക്കളെയും, കാണാം നിന്നിൽ ഇച്ഛയ്ക്കൊത്ത് സർവവും വർത്തിപ്പതും, കാണാം നീ സർവത്തിനും ആധാരം താനാണെന്നും. ഈ മന്ത്രസാധനയിലൂടെ സാധകന് എന്താണ് ലഭിക്കുന്നത്? കാണാം, നിനക്ക് കാണാൻ കഴിയും. എന്ത്? നീ എല്ലാ ജീവന്മാരും ഒത്തിരിപ്പത്, നീ സകല ജീവന്മാരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതായിട്ട് നിനക്ക് അനുഭവപ്പെടും. പിന്നെ കാണാം നീ നിന്നിൽ സർവസൃഷ്ടി വസ്തുക്കളെയും, നിന്നിൽ തന്നെ സർവസൃഷ്ടികളെയും നിനക്ക് കാണാൻ കഴിയും. നീയാണ് എല്ലാം എന്ന് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും. അതായത് 4 മഹാവാക്യ തത്വങ്ങളുടെയും പൊരുള് നിനക്ക് ഇതിലൂടെ കിട്ടും. പിന്നെ കാണാം നിന്നിച്ഛയ്ക്കൊത്ത് സർവവും വർത്തിപ്പതും, നിന്റെ ഇച്ഛ എന്താണോ അതാണ് ലോകത്തിൻ്റെ ഇച്ഛ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. പിന്നെ കാണാം നീ സർവത്തിനും ആധാരം, എല്ലാത്തിൻ്റെയും ആധാരം നീ തന്നെയാണ്, എല്ലാത്തിൻ്റെയും ആധാരം ദേവിയായ അമ്മ തന്നെയാണ് എന്നറിയാം. പിന്നെ നോക്കൂ, ലോകങ്ങളേഴും ഒന്നായി നിൽപ്പതും കണ്ടുപോരാം, 7 ലോകങ്ങളെയും ഒന്നായി നിനക്ക് നിൻ്റെ ഉള്ളിൽ ദർശിക്കാം. സർവവും വിട്ട് താനായിരിപ്പതും മേൽ, പിന്നെ എല്ലാം വിട്ട് താനായിരിക്കുന്ന അവസ്ഥ. ഐ ആം ദാറ്റ് ഐ ആം എന്ന ബൈബിൾ വചനം ഇതാണ്. താനായിരിക്കുന്ന അവസ്ഥ, സർവവും വിട്ട് താനായിരിപ്പതും.
അയം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യതത്വം ഇവിടെ വിശദമാക്കപ്പെടുന്നു. മിഥ്യയെ സത്യമാക്കും മായയെ കണ്ടുപോരാം. ഈ മിഥ്യയെ സത്യമാക്കി മാറ്റുന്ന ഈ മായ എന്താണെന്ന് നിനക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നു. പിന്നെ പാപങ്ങളും മായുന്നു. നിനക്ക് പിന്നെ പുണ്യവുമില്ല പാപവുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ എത്തിച്ചേരുന്നു. ഇതാണ് ഈ നവാക്ഷര മന്ത്ര സാധനയിലൂടെ ലഭിക്കുന്നത്. ഇത് ശരിക്കും ദേവി ഭാഗവതത്തിൽ അതുപോലെ ദേവി മഹാത്മ്യത്തിലും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നത് ദേവി മഹാത്മ്യത്തിലെ ദുർഗാ സപ്തശതി എന്നാണ് ഇതിന് പറയുന്നത്. ദുർഗാ സപ്തശതി. അതിൽ പ്രധാനമായിട്ടും ഈ ദേവിയുടെ അവതാര കഥകളിലൂടെ ഈ 3 മഹാമന്ത്ര സാധനകളിലേക്ക് കിടക്കുകയാണ്. ഏതൊക്കെ? മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അപ്പോൾ ഈ മന്ത്രസാധനയിലൂടെ മഹാലക്ഷ്മിയെയും മഹാകാളിയെയും മഹാസരസ്വതിയെയുമാണ് ഇവിടെ നാം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ദേവി സത്യത്തിൽ മഹാസരസ്വതി തന്നെയാണ്. ആത്മജ്ഞാനം നൽകുന്ന, ശിവദർശനം നൽകുന്ന ഈ 3 മഹാദേവിമാർ നമ്മിൽ പ്രകാശിക്കുന്നു, നമ്മിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് ദേവീ മഹാത്മ്യത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അത് കാത്യായനി തന്ത്രം എന്ന് പറഞ്ഞൊരു തന്ത്രമുണ്ട്. കാത്യായനി തന്ത്രം. അതിലെ 23-ാം പടലത്തിലെ മന്ത്രങ്ങളാണ് ഈ ദേവീ മഹാത്മ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാനതിലെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. അത് സപ്തശതി മന്ത്രവിഭാഗം എന്നാണ് അതിന് പറയുക. അതുകൊണ്ടാണ് ദേവീ മഹാത്മ്യത്തിന് ദേവീ ഭാഗവതത്തിൽ ദേവീ മഹാത്മ്യത്തിന് ദുർഗാ സപ്തശതി എന്നൊക്കെ പേര് വരാൻ കാരണം. നമുക്ക് ആ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ദേവി എന്തൊക്കെയാണെന്ന് നോക്കൂ. ദേവീ മഹാത്മ്യം സ്ഥിരമായിട്ട് വായിക്കുന്ന ഭക്തന്മാർക്ക് ഇതൊരു അമൂല്യ നിധിയാണ്. തിരുമന്ത്രവും ദേവീ മഹാത്മ്യത്തിലെ ഈ കാത്യായനി തന്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ സപ്തശതിയുമായിട്ട് വളരെയേറെ അടുപ്പം കാണുന്നു. അതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. യാ ദേവി സർവഭൂതേഷു ചേതനത്യഭിധേയതേ, യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ക്ഷുതാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിത, സമസ്തസ്യ നമോ നമ. പിന്നെ പോകുന്നുണ്ട് അങ്ങനെ കുറേ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണേ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത എന്നൊക്കെ തുടങ്ങുന്ന ആ സപ്തശതിയിലെ മന്ത്രവിഭാഗങ്ങൾ തിരുമന്ത്രത്തിലെ ഈ നവാക്ഷരി മന്ത്രസാധനയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ നവരാത്രി പൂജയിലെ 9 ദിവസ പൂജകളും ഈ മന്ത്രസാധനകൾ തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മന്ത്രസാധനയിലൂടെ ഒരാൾക്ക് ഒരു സാധകന് ആത്മജ്ഞാനം മാത്രമല്ല
ശിവദർശനവും കിട്ടുന്നു. അതെവിടെ മുതൽ? ഹൗം മുതൽ, ആജ്ഞാചക്രം മുതൽ മേലാധാരങ്ങളിലേക്ക് പോയി പിന്നെ താഴെ മൂലാധാരം മുതൽ മുകളിലേക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്ത് ക്രീം എന്ന ഉൾനാക്ക് വരെ എത്തിച്ചേരുമ്പോൾ ഈ മന്ത്രസാധന സഫലമാകുന്നു. ഇത് തന്നെയാണ് ദേവീ മഹാത്മ്യത്തിലെ സപ്തശതിയിലും കൊടുത്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ദേവീ മഹാത്മ്യം വായിക്കുന്നവർ അറിയാതെ തന്നെ ഈ മന്ത്രസാധനയാണ്, തിരുമൂലരുടെ ഈ നവാക്ഷരി മന്ത്രസാധന തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇനി അടുത്ത മന്ത്രത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം കിടക്കാം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.